നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരിക്കും ഒരു സ്വപ്ന ഭവനം എന്ന് പറയുന്നത്, അല്ലെ? ആ ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള സമാധാനവും സമൃദ്ധിയും സമ്പത്തും ക്ഷേമവും എല്ലാം ഉണ്ടായിരിക്കണം എന്നും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് സന്തോഷം കൊണ്ടുവരണമെങ്കിൽ ഒരു വീട് പണിയുമ്പോഴോ വാങ്ങുമ്പോഴോ നെഗറ്റീവ് എനർജിയിൽ നിന്ന് അതിനെ സംരക്ഷിക്കുന്നതിന് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ചില പോയിന്റുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾ പറയാറില്ലേ, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഒരു വീട് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുന്നത്, എന്നാൽ ആ ഒരു വീട്ടിൽ കയറിയ ദിനം മുതൽ മനസ്സമാധാനമില്ല എന്നുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം അത് തന്നെയാണല്ലേ. ഒരു വീട്ടിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ സ്വന്തം വീട്ടില് മനസമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത്. നമ്മുടെ വീടിന്റെ പ്രധാന വാതിലാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് പ്രധാന വാതിൽ എന്ന് പറയുന്നത്, അല്ലെ? വാസ്തുശാസ്ത്ര പ്രകാരം നമ്മുടെ വീടിന്റെ മുൻവാതിലിന്റെ ദിശ നമ്മുടെ ജാതകത്തിലെ ഒരു പ്രധാന ബിന്ദുവാണ്. നമ്മുടെ വീടിനുള്ളിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അഭിമുഖീകരിക്കുന്ന ദിശയാണ് മുൻവാതിലിന്റെ ദിശ എന്ന് പറയുന്നത്. നമ്മുടെ വീടിന്റെ മുൻവാതിലിന്റെ ദിശയിലെ ഒരു പ്രത്യേക ഗ്രഹത്തിന്റെ സ്വാധീനം മുഴുവൻ വീടിനെയും സ്വാധീനിക്കും എന്നുള്ളതാണ്. ആ ഗ്രഹം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പ്രധാന വാതിൽ ഗുണകരമായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓരോ ഭാഗത്തേക്ക് ഓരോ ദിശയിലേക്ക് വീടിന്റെ പ്രധാന വാതിൽ വന്നു കഴിഞ്ഞാലും ഉള്ള ഫലങ്ങളെ കുറിച്ചാണ്. അത് സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളെ കുറിച്ചാണ്. ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വാസ്തുശാസ്ത്ര പ്രകാരം കിഴക്കേ വാതിലാണ് ഏറ്റവും നല്ല വാതിലായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതായത് കിഴക്ക് ദർശനമായിട്ട് വരുന്ന മെയിൻ ഡോറുകളാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങളുടെ ചൊവ്വ മോശം സ്ഥാനത്താണെങ്കിൽ ഈ വാതില് നിങ്ങളുടെ കടം വർദ്ധിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് ദർശനമുള്ള പ്രധാന വാതിലാണെങ്കിൽ വാസ്തുശാസ്ത്ര പ്രകാരം അത്തരമൊരു വാതില് വീട്ടിലേക്ക് പണമൊഴുക്കിന് വളരെ ശുഭകരമാണ്. എന്നിരുന്നാലും നിങ്ങളുടെ ജാതകത്തില് ബുധൻ നല്ല സ്ഥാനത്തല്ല എങ്കിൽ അത് വീട്ടില് പണത്തിന്റെ അഭാവത്തിന് കാരണമാകും. ഇനി അടുത്തതായിട്ട് വടക്കോട്ട് ദർശനമുള്ള പ്രധാന വാതിലിന്റെ കാര്യം നോക്കാം. വാസ്തുശാസ്ത്ര പ്രകാരം വടക്കോട്ട് അഭിമുഖമായുള്ള വാതില് ഐശ്വര്യത്തിന് നല്ലതാണ്. എന്നിരുന്നാലും വാതിലിന് മുന്നിൽ ഒരു ദ്വാരമുണ്ടെങ്കിൽ അത് ദാരിദ്ര്യത്തിലേക്ക് നയിച്ചേക്കാം. ഇനി അതുപോലെ തന്നെ വാസ്തുശാസ്ത്രം അനുസരിച്ച് തെക്കോട്ട് ദർശനമുള്ള പ്രധാന വാതില് ജീവിതത്തിലെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. ജാതകത്തിലെ ശനിയുടെയും ചൊവ്വയുടെയും സ്ഥാനങ്ങൾ അനുകൂലമാണെങ്കിൽ ഈ വാതില് വളരെ ഫലപ്രദമാണ്. വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വീടിന്റെ പ്രധാന വാതില് തെക്കുകിഴക്കേ മൂലയിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അത് ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരും എന്നുള്ളതാണ്. നിങ്ങളുടെ ജാതകത്തില് അഗ്നിയുടെ അംശം കൂടുതലാണെങ്കിൽ ഈ വാതില് ജീവിതത്തിൽ അപ്രതീക്ഷിത സംഭവങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഇനി അതുപോലെ തന്നെ വീടിന്റെ പ്രധാന വാതിൽ വടക്കു കിഴക്ക് മൂലയിലാണെങ്കിൽ അത് വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ജാതകത്തില് വ്യാഴം നല്ല സ്ഥാനത്തല്ലെങ്കിൽ ഈ ദിശയിലുള്ള വാതില് കാരണം ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഓരോ ഭാഗത്ത് വീടിന്റെ പ്രധാന വാതിൽ വന്നു കഴിഞ്ഞാലും ഓരോ ഗുണങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഓരോ ദോഷങ്ങളും പറയുന്നുണ്ട്. നിങ്ങളുടെ ജാതക പ്രകാരമുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വീടുകൾ വാങ്ങിക്കുന്നതും വയ്ക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. പ്രധാന വാതിലിന്റെ സ്ഥാനത്തിലെ അപാകത കുടുംബത്തിലെ ഐക്യമില്ലായ്മയ്ക്കും അസ്വസ്ഥതകൾക്കും കാരണമാകാറുണ്ടെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. മനുഷ്യന്റെ മുഖത്തിന് സമമാണ് ഒരു വീടിന്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത്. നമ്മുടെ വായിലൂടെ ആഹാരങ്ങൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ തന്നെയാണ് വീടിനുള്ളിലേക്ക് പ്രധാന വാതിലിലൂടെ ശുദ്ധവായു, സൂര്യപ്രകാശം, ശരിയായ അളവിലുള്ള ഊഷ്മാവ് എന്നിവ പ്രവേശിക്കണം. കൂടാതെ അവയുടെ ഉപയോഗം കഴിഞ്ഞ് പിൻവാതിലിലൂടെയോ ജനാലയിലൂടെയോ പുറന്തള്ളപ്പെടണം. ഈ വിധത്തിൽ തന്നെ വേണം പ്രധാന വാതിലിന്റെ സ്ഥാനം കണ്ടെത്തേണ്ടത്.
അതുപോലെ തന്നെ ഇന്ന് ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഗേറ്റ് ഉണ്ട് അല്ലെ. വീടിനെ പ്രദക്ഷിണ ദിശയിലായിരിക്കണം ഗേറ്റിൽ നിന്നും പ്രധാന വാതിലിലേക്ക് പ്രവേശിക്കുന്നത് എന്നത് ഉറപ്പാക്കണം. വീടിന്റെ പ്രധാന വാതിലിൽ മറ്റൊരു വീടിന്റെ വാതിലുമായിട്ട് നേർരേഖയിൽ വരാനോ മുൻവാതിലിന് നേരെ മുറിക്കുള്ളിൽ തൂണുകളോ വരാൻ പാടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുളിമുറിയുടെ വാതിൽ പ്രധാന വാതിലിനോട് ചേർന്നാവരുതെന്നും വാസ്തു ചൂണ്ടിക്കാട്ടുന്നു. ഇത് സൗഭാഗ്യങ്ങൾ കഴുകിക്കളയുന്നതിന് തുല്യമാണെന്നും വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു വീടിന്റെ പ്രധാന വാതിൽ എപ്പോഴും സുഖകരമായിട്ടുള്ള ചുറ്റുപാടുകളിലേക്കായിരിക്കണം തുറക്കേണ്ടത്. കാരണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴോ പ്രവേശന കവാടത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോഴോ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നത് ഉന്മേഷകരമായിട്ടുള്ള ഊർജ പ്രഭാവം നിലനിർത്താൻ സഹായിക്കും. പ്രവേശന കവാടം അലങ്കോലമായിട്ടിരിക്കരുത്. കൂടാതെ മരങ്ങളോ വള്ളിച്ചെടികളുടെയോ നിഴൽ അകത്തേക്ക് വീഴുന്ന തരത്തിലും ആകരുത്. പ്രവേശന കവാടത്തിന് മുകളിൽ നിഴൽ പതിച്ചാൽ അത് ശുഭസൂചകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പടികളുടെ എണ്ണത്തിലായിരിക്കണം. പ്രധാന വാതിലിലേക്കുള്ള പടികൾ എപ്പോഴും ഒറ്റ സംഖ്യകളിലായിരിക്കണം. അത് അപ്രോച്ച് വേ അല്ലെങ്കിൽ ലോബിയേക്കാൾ ഉയർന്ന സ്ഥലത്തായിരിക്കണം. പ്രധാന പ്രവേശന കവാടം ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന്റെയോ ജീർണിച്ചതോ തകർന്നതോ ആയ സ്ഥലത്തിന് അഭിമുഖമായിരിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ ഫ്ലാറ്റ് സംസ്കാരത്തിൽ എല്ലായ്പ്പോഴും പ്രായോഗികമല്ലെങ്കിലും ഒരു വീടിന് 2 പ്രവേശന കവാടങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. 2 പ്രവേശന കവാടങ്ങൾ ഉണ്ടെങ്കിൽ പ്രധാന ഡോറിനേക്കാൾ ചെറുതായിരിക്കണം എക്സിറ്റ് ഡോർ. അതുപോലെ തന്നെ പ്രധാന വാതിലിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എപ്പോഴും വൃത്തിയോടും ശുദ്ധിയോടും കൂടെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാരണവശാലും പ്രധാന വാതിലിനോട് ചേർന്ന് ഷൂ റാക്കുകൾ, ചെരുപ്പുകൾ കൂട്ടിയിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, പ്രധാന വാതിലിൽ നിന്ന് ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് വേസ്റ്റ് ഡസ്റ്റ്ബിന്, ബാത്റൂം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാനായിട്ട് പാടില്ല. ഇതൊക്കെയും അശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ നമ്മുടെ വീടിന്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത് ആ ഒരു കുടുംബത്തിലേക്കുള്ള സർവ്വതും നൽകുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാനമാണ്. നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും പോസിറ്റീവ് എനർജിയും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ വീടിന്റെ പ്രധാന വാതിലിന് വലിയ പ്രാധാന്യം തന്നെ നൽകുക, ശരിയായിട്ടുള്ള രീതിയിൽ പരിപാലിക്കുക, ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ആ ഒരു വീട്ടിലേക്ക്, ആ ഒരു കുടുംബത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും കടന്നു വരുന്നതായിരിക്കും. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.